Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് SSLC പബ്ലിക് എക്സാമിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കൃത്യമായി ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പ് ഇതും ഒരു സബ്ജക്റ്റീവായ ചോദ്യമാണ്. ഓരോ മാർക്കിനും എത്ര പേജ് വീതം എഴുതണം എന്ന ചോദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്തതുപോലെ സബ്ജക്റ്റീവായ ഒരു ചോദ്യമാണ് ഇതെന്ന ഡിസ്ക്ലൈമറോട് കൂടെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾ ആദ്യം ഏതാണ് എഴുതുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങളൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് നറേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പഠിച്ചത് മുഴുവൻ മാർക്ക് നോക്കാതെ നീട്ടി വലിച്ച് എഴുതുവാണെങ്കിൽ വേറെ കുറേ ചോദ്യങ്ങൾ എഴുതാനുള്ള സമയമാണ് നിങ്ങളിവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. സോ നമ്മൾ വളരെ ഇൻ്റലിജൻ്റായി വൈസായി ഫോക്കസ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയുന്നത് ഒരുപാട് എഴുതുക എന്നുള്ള ലോജിക്ക് മാറ്റിവെച്ചിട്ട് എത്ര മാർക്കിനാണോ ചോദിച്ചത് ആ മാർക്കിന് കൃത്യമായി പാരഗ്രാഫുകളായി അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. എന്നാലും ഞാനൊരു ഐഡിയൽ സിനാരിയോ പറയാം. നോക്കൂ, ആ ഐഡിയൽ സിനാരിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഈ സമയമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 15 + 150. എന്താണ് 15 എന്ന് പറഞ്ഞാൽ? 15 നിങ്ങളുടെ കൂൾ ഓഫ് ടൈമാണ്. 15 നിങ്ങളുടെ കൂൾ ഓഫ് ടൈമാണ്. 150 2.5 മണിക്കൂറാണ് അല്ലേ? 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ 150 മിനിറ്റ് ആണ് നമുക്ക് എക്സാം എഴുതാനുള്ളത്. സോ ടോട്ടൽ 165 165 മിനിറ്റ്സ് ആണ് നമ്മുടെ ഈ മൊത്തം എക്സാം പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പം ഞാൻ ഈ എക്സാമിനെ കൃത്യമായി 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. നിങ്ങൾ ആ സെക്ഷൻ ബൈ സെക്ഷൻ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ അങ്ങനെ എഴുതിയാലേ നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റൂ എന്നല്ല. അതായത് നമുക്ക് എക്സാമിനെ 3 സെക്ഷനായിട്ട് തിരിക്കാം. ഓക്കെ, സെക്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. സെക്ഷൻ നമ്പർ 1 എന്താണ്? കോംപ്രിഹെൻഷൻ ആണ്. സോ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ 4 ടൈപ്പ് ആളുകളുണ്ട്. 1 പാസേജ് കോംപ്രിഹെൻഷൻ ആണ്, 2 പോയം കോംപ്രിഹെൻഷൻ ആണ്, 3 ഡാറ്റ അനാലിസിസ് ആണ്, 4 ഫോറിൻ പാസേജ് ആണ്. ഓർഡറിലാണെങ്കിൽ ആദ്യം ഫോറിൻ പാസേജ് ആണ്, പിന്നെ ഡാറ്റ അനാലിസിസ് ആണ്. ഈ പറയുന്ന 4 ഐറ്റംസിൽ നിന്ന് നമുക്ക് 18 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുക. 18 മാർക്സിൻ്റെ ചോദ്യമാണ് ചോദിക്കുക. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക, ഈ 18 മാർക്കിൻ്റെ ഉത്തരം, അതായത് ഓൾമോസ്റ്റ് നമുക്ക് എഴുതാനുള്ള മൊത്തം 80 മാർക്കിൻ്റെ 25% ആണ്, 25%, 1/4 ആണത്. സോ ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യുക? കണ്ടെത്തി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം പല രീതിയിലും ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഓപ്ഷൻസിൽ ഏത് പിക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഗ്രാമർ നിങ്ങൾക്ക് വലിയ പേടിയാണെങ്കിൽ, കുറച്ച് പേടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ഗ്രാമർ ആദ്യമേ നോക്കി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് റിലാക്സ്ഡ് ആയിട്ട് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ടൈം മാനേജ്മെൻറ്റിൽ ഏറ്റവും ക്രൂഷ്യലായ കാര്യം എന്ന് പറയുന്നത് ഈ 15 മിനിറ്റിന് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു. 15 മിനിറ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ച് അവൻ എന്താ ചെയ്യുന്നത്, അവൾ എന്താ ചെയ്യുന്നത്, അവൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ, അവൻ്റെ പേന ഏതാണ് എന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 15 മിനിറ്റ്സിൽ 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. 1, നിങ്ങൾക്ക് ചോദ്യ പേപ്പറിലെ ഓപ്ഷൻസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 16A B, 16ാമത്തെ A ക്വസ്റ്റ്യൻ ഒരു റിവ്യൂ ആയിരിക്കാം, 16B ക്വസ്റ്റ്യൻ ഒരു റൈറ്റപ്പ് ആയിരിക്കാം. റൈറ്റപ്പ് ആണോ റിവ്യൂ ആണോ എഴുതേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ആ സമയം എടുക്കാം. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ആണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് സർക്കിൾ ചെയ്ത് വെക്കാം. അതൊരു 5 മിനിറ്റ് കൊണ്ട് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും, ഒരു 10 മിനിറ്റ് എടുത്തോളൂ. ബാക്കിയുള്ള സമയം എന്താ ചെയ്യേണ്ടത്? ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പാസേജ് കോംപ്രിഹെൻഷൻ, പോയം കോംപ്രിഹെൻഷൻ, അപ്രിസിയേഷൻ അല്ല കോംപ്രിഹെൻഷൻ, അത് കഴിഞ്ഞിട്ട് ഫോറിൻ പാസേജ്, നമുക്ക് പരിചയമില്ലാത്തൊരു പാസേജ്, റൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഡാറ്റ അനാലിസിസ്, ഇതെല്ലാം കൂടി ഒരു 18 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ 15 മിനിറ്റിൽ അവസാനത്തെ 5 മിനിറ്റിൽ തുടങ്ങി എക്സാം തുടങ്ങി ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഏകദേശം അങ്ങനെ വിചാരിച്ചോളൂ. നമുക്കിനി ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കോഴ്സസ് ആണ്. അടുത്ത സെക്ഷൻ ഏതാണ്? ഡിസ്കോഴ്സസ് ആണ്. 38 മാർക്കിനാണ്, 38 മാർക്സിനാണ് നമുക്ക് എന്ത് ചോദിക്കാം? ഡിസ്കോഴ്സുകൾ ചോദിക്കാം. 38 മാർക്ക്, 18 38, ഏകദേശം 38 മാർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യുക? ഡിസ്കോഴ്സുകൾ ചോദിക്കാം. മൂന്നാമത്തത് ഗ്രാമറാണ്. അപ്പം നിങ്ങൾ തന്നെ കൂട്ടി നോക്കി, 30, 10, 40, 8, 8, 16, സോ 56, ബാക്കി എത്രയാണ്? 24 മാർക്സ് ആണ് എന്ത്? ഗ്രാമറിന് ഉണ്ടാവുക. സോ ഇങ്ങനെ സെക്ഷൻ വൈസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ സ്ട്രാറ്റജീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണേ. 24ഉം 38ഉം എത്രയാണ്? കറക്റ്റ് അല്ലേ?
50, 58, 62 ശരിയാണ്, 80 മാർക്കാണ്. ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന് ചോദ്യം ചോദിക്കാം. റൈറ്റ്? സോ നമുക്ക് ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് എത്താം. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം എങ്ങനെ വൈസായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിക്കണം എന്ന് നാച്ചു സാർ പറഞ്ഞു. ഇനി എക്സാം തുടങ്ങി നിങ്ങളൊരു 10 മിനിറ്റ് വായിക്കുന്നു, എന്നിട്ട് മാക്സിമം ആ വായിക്കുന്ന 10 മിനിറ്റ് ഉൾപ്പെടെ മാക്സിമം 30 മിനിറ്റ്സ് കൊണ്ട് 30 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വുഡ് ബി എ ബെസ്റ്റ് സ്ട്രാറ്റജി. 30 മിനിറ്റ് കൊണ്ട് ആ കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതി തീർക്കാൻ വേണ്ടി പറ്റണം. അത് എഴുതുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം ടീച്ചർക്കും വളരെ എളുപ്പമാണ് പേപ്പർ നോക്കുന്നത്. ആദ്യം ഒരു 18 മാർക്ക് ടിക്ക് വീഴുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആ ടീച്ചർക്കും ഒരു ഫ്ലോ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്, സർ എനിക്ക് 18 എണ്ണത്തിൽ ഒരു 1-2 ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലെങ്കിൽ അത് അവിടെ വിട്ടേക്കാം, എന്നിട്ട് ആ സ്പേസ് അവിടെ വിട്ടേക്കാം, എന്നിട്ട് തിരിച്ചു വരിക, റിലാക്സ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ അത് കിട്ടും. ഇനി ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് ഇതും സബ്ജക്റ്റീവാണ്. നിങ്ങൾ വളരെ വേഗത്തിൽ ഗ്രാമർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വളരെ വേഗത്തിൽ ഗ്രാമറിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാക്സിമം ഒരു 30 മിനിറ്റ് മതി. മാക്സിമം ഒരു 30 മിനിറ്റ് മതി. 20 മിനിറ്റ് കൊണ്ട് ഗ്രാമർ ചെയ്യുന്ന കുട്ടികളെ, 15 മിനിറ്റ് കൊണ്ട് ഗ്രാമർ മുഴുവൻ ചെയ്ത് തീർക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 30 മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ സ്കോർ ചെയ്യാൻ പോകുന്നത് 18 മാർക്കാണ്. ഓക്കെ, 18 മാർക്കാണ്. ആ 30 മിനിറ്റിൽ എത്ര സേവ് ചെയ്യാൻ പറ്റുന്നോ, അതായത് നിങ്ങൾ ആദ്യം ഈ പറയുന്ന കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എത്ര കൂടുതൽ ആൻസേഴ്സ് വേഗത്തിൽ കണ്ടെത്തുന്നോ അത്രയും സമയം ഇവിടെ കുറഞ്ഞു കിട്ടും. ഇനി നമ്മൾ ഗ്രാമറിലേക്ക് വരുവാണെങ്കിൽ, ഗ്രാമറിൽ നിങ്ങൾക്കൊരു 40 മിനിറ്റ്, അതെന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാമറിൽ ഏകദേശം 24 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. സോ അതിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടെ വരുന്നുണ്ട്. 45 മിനിറ്റ്സ് ആണ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഇതും ഇവിടെയും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേരിയേഷൻ വരും. പക്ഷേ ഞാനൊരു ഐഡിയൽ സിനാരിയോ ആണ് പറയുന്നത്. 45 മിനിറ്റിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യും? നമ്മൾ 24 മാർക്സ് സ്കോർ ചെയ്യും. 45 മിനിറ്റ് 24 മാർക്ക് സ്കോർ ചെയ്യും. സോ 30 മിനിറ്റ് ഇവിടെ പോയി, 45 മിനിറ്റ് ഇവിടെ പോയി. ഓക്കെ, ബാക്കി എത്രയാണുള്ളത്? 150 മിനിറ്റാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. സോ 30ഉം 40ഉം 70ആണ്. 70ഉം 5ഉം 75. സോ ബാക്കി 75 മിനിറ്റ് ഉണ്ട്. 75 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറും 15 മിനിറ്റും 1.25 മണിക്കൂറാണ് നമുക്ക് എന്ത് എഴുതാനുണ്ടാവുക? ഐഡിയലി ഡിസ്കോഴ്സസ് എഴുതാനുണ്ടാവുക. എന്തെഴുതാനുണ്ടാവുക? ഡിസ്കോഴ്സസ് എഴുതാനുണ്ടാവുക. അപ്രിസിയേഷൻ ഉൾപ്പെടെ ഏകദേശം 38 മാർക്സിനാണ് ഡിസ്കോഴ്സുകൾ ഉണ്ടാവുക. സോ ഏകദേശം ഈ ഒരു പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ കാണാം. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കാം, കോംപ്രിഹെൻഷൻ എനിക്ക് ഇത്ര സമയം വേണോ? വേണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തോളൂ. ഇനി ഗ്രാമറിന് എനിക്ക് ഇത്ര സമയം വേണോ? വേണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ ഡിസ്കോഴ്സസിൽ ആഡ് ചെയ്തോളൂ. ഇനി തിരിച്ചു ആലോചിക്കാം, എനിക്ക് ഗ്രാമറിൽ കുറച്ചുകൂടെ സമയം വേണം, കാരണം ഞാൻ സ്ലോ ആണ്. 45 മിനിറ്റ് ഒരു ഐഡിയൽ കേസാണ്, ഞാൻ സ്ലോ ആണ്, എനിക്കൊരു 50 മിനിറ്റ് വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഇത് വെക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്തായാലും ഒരു വാച്ച് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ സെക്ഷൻസ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഇത്ര സമയം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലേ? അടുത്തത് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നടത്താം. ഇതൊരു മെത്തേഡാണ്. ഇനിയും ഇതിലും നല്ല മെത്തേഡ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ സ്റ്റൈലിന് യോജിച്ചൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഒരുപാട് കുട്ടികൾ ചോദിച്ചതുകൊണ്ട് ഇങ്ങനൊരു സ്ട്രാറ്റജി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ താങ്ക് യു എവ്രിബഡി ഫോർ വാച്ചിങ്. ഞാൻ ഇന്ന് വൈകുന്നേരം 7 മണിയുടെ നമ്മുടെ മെഗാ മാരത്തോൺ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നമുക്ക് എല്ലാ ഡിസ്കോഴ്സുകളും പ്രധാനപ്പെട്ട ഗ്രാമർ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വേഗത്തിൽ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പോകാം. Happy learning everyone.